സംസ്ഥാനം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിനുൾപ്പെടെ ഒരൽപ്പം മുന്നിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. സംസ്ഥാനത്താകെ ഏറെ ശ്രദ്ധേയമായ മണ്ഡലം കഴിഞ്ഞ തവണത്തേതുപോലെ ഇക്കുറിയും നേമം മണ്ഡലം തന്നെയാണ്. സംസ്ഥാനത്ത് ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുകയും പിന്നാലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ശിവൻകുട്ടി പൂട്ടിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്രമായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇക്കുറി വീണ്ടും വി ശിവൻകുട്ടി തന്നെയാണ് നേമത്തെ പ്രതിനിധീകരിച്ച് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ റോഡ് ഷോയും ഒക്കെയായി മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വീണ്ടും ഒരു വട്ടം കൂടി വി ശിവൻകുട്ടി തന്നെ നേമത്തെ പ്രതിനിധീകരിക്കുകയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിൻ്റെ നിരവധിയായ വികസന നേട്ടങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കുമോ ഒരു ആത്മവിശ്വാസമായി കാണുന്നത്? എന്താണ് ഏറ്റവും വലിയ പ്രതീക്ഷ? തീർച്ചയായിട്ടും 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് മാതൃകയാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായമില്ലാതെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തമായ അവഗണനയെ അതിജീവിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുന്നു വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഏറ്റവും നമ്പർ 1 ആണെന്ന്. ആ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ആരോഗ്യരംഗത്ത് നിങ്ങൾ നമ്പർ 1 ആണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്, ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. അപ്പോൾ പട്ടിണിയില്ലാത്തൊരു നാട്, അതിദരിദ്രരില്ലാത്ത നാട്, പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടത്തിയ നാട്, നാഷണൽ ഹൈവേയുടെ വികസനം, NH MC റോഡിൻ്റെ വികസനം, വിഴിഞ്ഞ ഹാർബറിൻ്റെ കാര്യം, അവയവ മാറ്റ ശസ്ത്രക്രിയ ഗവൺമെൻറ് ആശുപത്രിയിൽ ആരംഭിച്ച നാട്. ഈ നിലയിൽ നോക്കിയാൽ നമ്മുടെ ഭിന്നശേഷി അധ്യാപകരുടെ പ്രശ്നം അത് പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞത്, പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പെൻഷൻ തുക വർദ്ധിപ്പിച്ച ഗവൺമെൻറ്, അങ്ങനെ സാധാരണക്കാരൻ മുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ച നാട്. നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് UDF വിട്ടിട്ട് പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ നാട്. ഇത് ഒരു ചർച്ചാ വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തെ ചർച്ചാ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്തെടുത്തിട്ടുള്ള നയം, PM-ശ്രീ പോലുള്ള കാര്യങ്ങൾ, പുതിയ പുത്തൻ വിദ്യാഭ്യാസ നയം. PM-ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അത് ഒപ്പിട്ടെന്ന് SSKക്ക് തരാനുള്ള കാശ് അവർ തരുന്നില്ല. ഒപ്പിട്ടാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും 2000 കോടി രൂപ വാങ്ങി നമ്മളെ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്നുള്ള നിലയിൽ ഒപ്പിട്ടു. പിന്നെ അതൊരു ആശയക്കുഴപ്പം വന്നു, നമ്മളത് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ലേബർ കോഡിൻ്റെ കാര്യത്തിൽ, ലേബർ കോഡ് 29 ലേബർ കോഡുകളല്ലേ വലിച്ച് ദൂരെ എടുത്തെറിഞ്ഞത്. അതിന് ശക്തമായ നിലപാടെടുത്തത് നമ്മൾ മാത്രമാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാഠപുസ്തകങ്ങളുടെ ചരിത്ര പ്രാധാന്യമുള്ള മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റിയെഴുതിയ അവസരത്തിൽ ബദൽ പാഠപുസ്തകം ഇറക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ വച്ച് ഈ പുതിയ നമ്മുടെ ലേബർ കോഡിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കേരളം മാത്രമാണ്. അപ്പോൾ കേരളം മതേതരത്വത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്രം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടുകയാണ്. ജനാധിപത്യത്തെ ആശയം കൊണ്ട് നേടുന്നത്. അത് നമ്മളത് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അവരങ്ങനെ സംസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എഴുത്തും വായനയിലും 99% കേരളം എന്ന് പറയുന്നത്, 100% എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. മറ്റു ചില സംസ്ഥാനങ്ങളെ കബളിപ്പിക്കുന്ന പോലെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കഴിയില്ല. അതെല്ലാം ചർച്ചാ വിഷയമാണ്. 2. മൂന്നാമത്തെ കാര്യം, ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പം സ്ഥാനാർത്ഥിയാണ്, MLA എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. 23 സ്കൂളുള്ളതിൽ 19 സ്കൂളാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 12 കോടി രൂപ വരെ ഒരു സ്കൂളിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി താലൂക്ക് ആശുപത്രിയായി വികസിക്കപ്പെട്ടിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അങ്ങനെ
പിന്നെ എല്ലാ രംഗത്തും വലിയൊരു മാറ്റമാണ് പിന്നെ വന്നിട്ടുള്ളത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ LDF പിന്നെ നിയമ നിയോജക മണ്ഡലം വന്നതിന് ശേഷം അവിടെ ഒരു പ്രാവശ്യം മാത്രമാണ് BJP ജയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രാവശ്യവും LDF തന്നെയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല അവിടെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയും. അവിടെ ഇപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് അവരുടെ ഒരു ചില വിലയിരുത്തൽ വരുന്നത്. വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേണാണ്, അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേണാണ്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേണാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണല്ലോ ഒരു നല്ല ശക്തമായിട്ട് പൊളിറ്റിക്കൽ നിലപാട്. അതിൽ 30,000 വോട്ട് മാത്രമേ LDF കിട്ടുന്നുള്ളൂ. പക്ഷേ ഞാൻ തോറ്റ സമയത്ത് എനിക്ക് 59,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എത്ര പിന്നെ കിടക്കുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ നടന്നതിന് സമാനമായൊരു നില ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഇക്കുറി ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതായത് അന്ന് കോൺഗ്രസ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ വോട്ടുകൾ BJPക്ക് പോവുകയും ചെയ്തപ്പോഴാണ് BJP ജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും കോൺഗ്രസിന് അവിടെ കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സാഹചര്യമുണ്ട്. വീണ്ടും ആ പഴയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF കൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. 2 പ്രാവശ്യം അവരങ്ങനെ തന്നെയാണ് നിലപാട് സ്വീകരിച്ചത്. ഒരു പ്രാവശ്യം മാത്രമാണ് ശ്രീ മുരളീധരനെ മത്സരിപ്പിച്ച് പിന്നെ അവരുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും പിന്നെ ഇപ്പം മുഖ്യമായിട്ടുള്ള എതിർ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയാണല്ലോ, BJP സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മുന്നണിക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്. അത്രയേ അതിനെ സംബന്ധിച്ചോളം പറയാനുള്ളത്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ തന്നെ വരികയാണ്. അതിന് പിന്നാലെ അങ്ങാണ് വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് കണ്ടതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ വലിയ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉൾപ്പെടെ കുപ്രചരണങ്ങളൊക്കെ നേരിട്ട് നടത്തുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ അവരുടെ അക്കൗണ്ട് പൂട്ടിച്ച ആൾ എന്ന നിലയിൽ ഒരു ഭയം അങ്ങയോട് ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അവർ BJP ആണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അനാവശ്യങ്ങൾ മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിവാസം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ BJP ആണല്ലോ. ആ BJP ജീവിച്ചിരിക്കും. BJPയുടെ ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 16 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പിന്നെ പബ്ലിക് സർവേ, ഒരു സ്വകാര്യ ചാനൽ നടത്തിയിട്ടുള്ള പബ്ലിക് സർവേയിൽ ഏറ്റവും നല്ല മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒരു കുറവ്. തൊഴിലാളി രംഗത്ത് ഒരു കുറവ് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? പിന്നെ എന്തിനാണ് അവർ പിന്നെ മഹാമോശപ്പെട്ട വിമർശനങ്ങൾ എഴുതി അവരിപ്പോൾ അവസാനിപ്പിച്ചു. അപ്പോൾ അതൊന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. നേരത്തെ 2011 ഇങ്ങോട്ടാണെങ്കിൽ അങ്ങ് മത്സരിച്ച ഒരു സാഹചര്യത്തിലല്ല. നിലവിൽ ഇപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തന്നെയാണ് നേരിട്ട് ഇറങ്ങുന്നത്. മന്ത്രിയായിരുന്നപ്പോൾ പോലും മണ്ഡലത്തിലെ ജനങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ആത്മവിശ്വാസം പകരുന്നു? അതെനിക്ക് ആത്മവിശ്വാസം കൂടുതൽ വരികയാണ്. എനിക്കിപ്പോൾ പിന്നെ അതിൽ പകുതിയോളം വരുന്ന ആൾക്കാരെ നേരിട്ട് അറിയുകയും നേരിട്ട് പേര് ചൊല്ലി വിളിക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളിനെ പോലും വിളിക്കാൻ വേണ്ടി പിന്നെ പരിചയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ അനുകൂല നില എനിക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്ത് അങ്ങ് മന്ത്രിയായി വരുന്ന ഘട്ടത്തിൽ ആദ്യം വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അങ്ങേക്കെതിരെ വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും മാതൃകാപരമായി വിദ്യാഭ്യാസ വകുപ്പിനെ ഉൾപ്പെടെ കൊണ്ടുപോയി ഒരു തരത്തിലുമുള്ള പരാതിയില്ലാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ആ 5 വർഷത്തെ അങ്ങ് കാണുന്നത്? 5 വർഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ, ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പ്രശ്നങ്ങൾ, ഗ്രൗണ്ട് റിയാലിറ്റീസ്, അതെല്ലാം വെച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഘടകമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഉദ്യോഗസ്ഥന്മാരല്ലോ. ജനാധിപത്യത്തിൽ ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരും മന്ത്രിയും ക്യാബിനറ്റും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഒരു ഉദ്യോഗസ്ഥ ഭരണത്തിന് വിടുകയല്ലല്ലോ വേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രിക വെച്ചിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ആ പ്രകടനപത്രിക പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ആ ലക്ഷ്യം ഞാൻ സാക്ഷാത്കരിച്ച് 100% അതിനോട് നീതി പുലർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ BJPക്കാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ വിമർശനമില്ല, മേയറായിരുന്നപ്പോൾ വിമർശനമില്ല, ഈസ്റ്റ് മണ്ഡലത്തിൽ MLA 10-20 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വിജയകുമാറിനെ പരാജയപ്പെടുത്തി വന്നപ്പോൾ വിമർശനമില്ല. BJP തോൽപ്പിച്ചപ്പോൾ വിമർശനം. അത് അവർ തന്നെ തിരുത്തേണ്ടി വന്നു, അവർ തന്നെ അത് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതൊരു മനോരോഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കൂട്ടിക്കൊണ്ടാൽ മതി.
ഏതായാലും നിയമം സംസ്ഥാനമാകെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ആദ്യമായി ബി ജെ പി തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുന്ന സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായി. ആ അക്കൗണ്ട് പൂട്ടി തന്നെ കിടക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടേണ്ട ഒരു കാര്യവും ഇപ്പോൾ ഇല്ല. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വി ശിവൻകുട്ടി നിയമമണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടെ സജീവമായി കടക്കാൻ പോകുന്നത്. വലിയ വിജയം ബി ജെ പിയുടെ പൂട്ടിയ അക്കൗണ്ട് പൂട്ടി തന്നെ കിടക്കുമെന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.